ആദ്യമായി തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 100,000 നന്ദി. എൻ്റെ പേര് ബിന്ദു സജീവ്. ഞാൻ എറണാകുളം ജില്ല പറവൂരിൽ നിന്ന് വരുന്നു. ഞാൻ 24/6/2023 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഭർത്താവ് മരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നിലവിൽ ഭയങ്കര ബാധ്യതയിൽ നിൽക്കുമ്പോഴാണ്, അതായത് എൻ്റെ മക്കൾ എന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയം, ഭർത്താവ് മരിച്ച് വീട് പണിതതിൻ്റെ ബാധ്യത. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ജീവിക്കണോ വേണ്ടായോ എന്ന് എനിക്കും എൻ്റെ ഇളയ മോനും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഇവിടേക്ക് വരുന്നതിനെ പറ്റിയും അമ്മ മാതാവിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും എനിക്ക് അത്രയും ഉറപ്പ് പോരാ. കാരണം അമ്മ വിചാരിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ. പക്ഷേ എൻ്റെ അനിയത്തി, അവളിവിടെ വരുന്ന ആളായിരുന്നു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാനിവിടെ വരുന്നുണ്ട്, ധൈര്യമായിട്ട് പോകാം, അമ്മ നിനക്കൊരു വഴി കാണിച്ചു തരും തീർച്ചയായും. യേശുവിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അടുത്ത പള്ളിയിൽ പോകും, അവിടെ പ്രാർത്ഥനയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നിവിടെ ആദ്യമായിട്ട് വന്നു, ഞാൻ ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ, ആരാധനകൾ കൂടിയപ്പോൾ എനിക്ക് അറിയില്ല, എനിക്കന്ന് ഒരുറപ്പ് കിട്ടി. കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം മാതാവ് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ എത്തപ്പെട്ടതെന്ന്. അപ്പോൾ ഇവിടെ നിയോഗം പറയാൻ 6 നിയോഗങ്ങൾ എഴുതാൻ പറഞ്ഞു. എനിക്കറിയാം എൻ്റെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഞാൻ എൻ്റെ നിയോഗത്തിൽ ആദ്യം എഴുതിയ നിയോഗം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സജീവേട്ടനെ തിരിച്ചു കിട്ടണേ. അറിയാം ഭൗതികമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നറിയാം. പക്ഷേ ഞാൻ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനെ വേർതിരിച്ച് പറഞ്ഞു തന്നിരുന്ന ആൾ എൻ്റെ സജീവേട്ടന്. അപ്പോൾ ആ ഒരു മെൻ്റലി എനിക്കൊരു സപ്പോർട്ട് വേണം. അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നേ ഒക്കൂ. കാരണം എന്തുകൊണ്ടാണ് ഞാൻ മാതാവിനോട് അങ്ങനെ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് വിളിച്ചത് 2021 ഡിസംബർ 25 വെളുപ്പിന് 5 മണിക്കാണ്. അതായത് തിരുപ്പിറവിയുടെ സമയത്ത് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടതാണ് എൻ്റെ ഭർത്താവിനെ. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ മാതാവിനൊരിടപെടലുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും മാതാവ് ഒരിടപെടലുണ്ടാവും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് ഇവിടെ വന്ന് ഈ അൾത്താരയിൽ നിന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ജോസഫ് അച്ഛൻ്റെ പ്രസംഗം കേൾക്കാനിടയായപ്പോൾ എനിക്ക് എൻ്റെ മക്കളെയും കുടുംബത്തെയും നോക്കി മാത്രമേ ഒരു പരിചയം ഉണ്ടായുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ജോലിക്ക് പോകണമെന്ന് എനിക്കറിയില്ല, എന്താ എൻ്റെ മാർഗമെന്ന് എനിക്കറിയില്ല. അതിനൊരു വ്യക്തത വരണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇവിടെ നിന്ന് ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കുഞ്ഞിനെ നോക്കാൻ ചെല്ലുമെന്നായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് കുഞ്ഞുങ്ങളൊരു ദൗർബല്യം തന്നെയാണ്. കാരണം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല, മൂത്ത പുത്രൻ്റെ ഭാര്യയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ഒരു കുഞ്ഞിനെ നോക്കാൻ പോയി. എനിക്ക് അവിടെ നിന്ന് വരുമാനമായി. അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ആരാധന കൂടാൻ വരുമായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് അച്ഛൻ്റെ പ്രസംഗം, പിന്നൊപ്പം സാക്ഷ്യം ആ സാക്ഷ്യം കേട്ടപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, വിദേശത്ത് പോണു, അവരവിടെ പോയി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി, അതിലുപരി അവർക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഒരു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിത സാഹചര്യം മാറ്റുന്നതോടൊപ്പം എനിക്ക് അതിലൂടെ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. കാരണം ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്ന ജോലി അവിടെ പോയിട്ട് വയ്യാത്തവരെ സഹായിക്കാം, കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കാൻ പറ്റും, ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എനിക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകണം. പക്ഷെ അത് എനിക്ക് സാധിക്കുമോ? അപ്പം ഞാൻ ഇവിടെ നിന്ന്, അതായത് ആ ഭിത്തിയുമ ചാരി നിന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതിനൊരു തെളിവ് തരണം. സത്യം ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുവാണ്, അത്രയും ഇതിൽ പറയുവാണ്. ഞാൻ അവിടെ നിൽക്കണ സമയത്ത് എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കണ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ നിൻ്റെ ബുക്ക് താഴെ കിടക്കണു. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിയാ, ആ പ്രാർത്ഥനാ പുസ്തകം താഴെ കിടക്കണു. ഞാൻ കുമ്പിട്ടെടുത്തപ്പോൾ ഞാൻ വെച്ച് എൻ്റെ ബാഗിലിരിക്കണ പുസ്തകം എങ്ങനെ താഴെ വീഴണേ. ഞാൻ ഒപ്പം തന്നെ ബാഗിലിരിക്കണ ബുക്കും കയ്യിലിരിക്കണ ബുക്കും നോക്കുവാണ്. അപ്പോൾ ബാഗിലിരിക്കണ ബുക്ക് അങ്ങനെ തന്നെയുണ്ട്, പക്ഷെ കയ്യിലെനിക്ക്
ഇതുവരെ തുറക്കാത്ത ഒരു പുതിയ ബുക്കാണ് എനിക്ക് കിട്ടിയത്. സത്യം എനിക്കത് പറയുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ആനന്ദമുണ്ട്. എന്താ അതിനെ എങ്ങനെ എനിക്ക് വ്യക്തമായിട്ട് പറയണ്ടതെന്നറിയില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു, കാരണം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അതായത് വിളിക്കുന്നവനെ ഒരിക്കലും മാതാവ് ഉപേക്ഷിക്കില്ല. അത്രയേറെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ പിന്നെ അങ്ങോട്ട് എൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാത്തിലും മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. ഞാൻ ആ കുഞ്ഞിനെ നോക്കാൻ പോണ സമയത്ത് തന്നെ എനിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് വന്നു. അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ ആദ്യം ഒരു റിജക്ഷനായി. പിന്നീട് പുറത്തുള്ള ഇറ്റലിയിലുള്ള ഒരു ഫാമിലി തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതായത് ഞാൻ മറ്റൊരു കുട്ടിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ചെമ്മനകരി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് രാത്രിയിലാണ് ഒരു 8:30 മണി സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എങ്കിൽ ഈ സമയത്ത് നീ എല്ലാം അയക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ SLC ബുക്ക് അതെല്ലാം അയച്ചു കൊടുത്തു. ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാ പേപ്പേഴ്സ് അയച്ചു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എന്നോട് ആവശ്യപ്പെടുക അവർ 50,000 രൂപ പേപ്പർ വർക്കിന് അയക്കാൻ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആകെ 1,500 രൂപയേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? പക്ഷേ അപ്പോഴും ആ കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ കുട്ടിക്ക് ബൈസ്റ്റാൻഡർ വന്നതാണ്. ആ കുട്ടി പറഞ്ഞു, ചേച്ചിക്ക് ഇത് സാധിക്കുമെങ്കിൽ, മാതാവ് അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഫ്രണ്ട്സിനെ വിളിക്കൂ, അവരെന്തെങ്കിലും ആരെങ്കിലും സഹായിക്കും. എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയണു, 1.5 മണിക്കൂറിനുള്ളിൽ ഈ 50,000 രൂപ ഞാൻ അയച്ചു കൊടുത്തു. എല്ലാം ഞാൻ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ച് ആ കാശ് രൂപം നെഞ്ചിൽ ചേർത്ത് അമർത്തി പിടിച്ചിട്ടാണ് ഞാൻ ഒന്ന് മാത്രമേ മാതാവിനോട് പറയണുള്ളൂ, എനിക്ക് നല്ലതെന്നുണ്ടെങ്കിൽ മാത്രം മാതാവെ നടത്തിത്തരാം, അതല്ല എനിക്ക് ദോഷമാണെങ്കിൽ ഒരിക്കലും ഇത് നടത്തി തരല്ലേ, കാരണം എനിക്ക് പറഞ്ഞു തരാൻ മറ്റൊരാളില്ല. അങ്ങനെ അപ്പോൾ ആ വിളിച്ച സാർ എന്നോട് പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ നിൻ്റെ പേപ്പർ വർക്ക് റെഡിയാവും, നീ കയറിപ്പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസത്തിനുള്ളിൽ ഞാൻ VFS കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ഒരു അമ്മേനെ നോക്കാൻ പിറവത്ത് നിൽക്കുവാണ്. ആ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ VFS അറ്റൻഡ് ചെയ്തു. എനിക്ക് വിസ വന്നു. അവിടെ നിന്ന് ഞാൻ തൃശ്ശൂർ പോയി വിസ വാങ്ങിച്ചു. കഴിഞ്ഞ 15-ാം തീയതി എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, ചേച്ചി അവിടെ ചെന്നിട്ട് ഇനി വിളിച്ചേച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊന്നും, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ എന്തേലും അരുതായിക ഉണ്ടെങ്കിൽ അച്ഛൻ ഞാൻ കയറി പോകരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരുത്തേണ്ട കടമയും ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. അതും പ്രകാരം ഞാൻ എയർപോർട്ടിൽ വരെ ചെന്നു. പക്ഷേ അവിടെ വെച്ച് ഞാൻ ഒരിക്കലും നിർഭാഗ്യമെന്ന് കരുതുന്നില്ല. കാരണം അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒരു അനുഗ്രഹമുള്ളത് കൊണ്ടാണ് അവിടെ, അതായത് ബാംഗ്ലൂർ എയർപോർട്ടിൽ എനിക്കൊരു മലയാളി പയ്യൻ വന്ന് എന്നോട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് സംസാരിച്ചു. കാരണം ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ പേപ്പേഴ്സും ഇല്ല. അപ്പോൾ അതില്ലാതെ തന്നെ ഞാൻ കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തും. അതുകൊണ്ട് തന്നെ ഞാൻ കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം അവിടെ നിന്ന്. അപ്പോഴൊക്കെ ഞാൻ ഈ കൊന്ത എൻ്റെ മുറുക്കെ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനാ പുസ്തകം വെച്ചിരുന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിന്ന് ചൊല്ലുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, ചേച്ചിക്ക് അവിടെ ഒരാളും വന്ന് എന്നെ ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ പയ്യൻ എന്നോട് വന്ന് പറഞ്ഞു, ചേച്ചിക്ക് തീരുമാനിക്കാൻ കയറിപ്പോണോ വേണ്ടായോ എന്ന്. ഞാൻ പറഞ്ഞില്ല, കാരണം അമ്മ മാതാവ് ഇതിൽ ഇടപെടുന്നുണ്ട്, യേശു ഇതിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പേപ്പറെല്ലാം ഓക്കെ ആവാതെ ഞാൻ കയറി പോവില്ല. ഞാൻ എൻ്റെ ഏജൻറ്റിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ കയറില്ല. ഞാൻ പൈസ തന്നിട്ടുണ്ട്, 8.5 ലക്ഷം രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അവിടെ പോയി ജോലി ചെയ്യാനും മറ്റുള്ളവരെ സേവിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ എനിക്ക് സേവിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിച്ചോടത്തുനിന്നാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി. ഇപ്പോൾ ഈ ആഴ്ചയിൽ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു. എനിക്ക് കയറിപ്പോകാനുള്ളൊരവസരവുമായി. പിന്നെ എൻ്റെ മക്കളിപ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. എനിക്കതിൽ ഒരുപാട് നന്ദിയുണ്ട് തിരുക്കുമാരനോടും അമ്മയോടും. ഒപ്പം തന്നെ എനിക്ക് കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ, അതായത് ഞാൻ ജോലി എടുത്ത് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് അന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നെല്ലാം ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് അശരണായരായ കുട്ടികൾക്കും പ്രായമായ മാതാപിതാക്കൾക്കും, ഒപ്പം തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ
എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റണത് അതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നും അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, എന്നെ ആർക്കാണോ ആവശ്യം അവരിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുക. അത് ഇപ്പോഴും മാതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു വന്നതിൽ എനിക്ക് സത്യത്തിൽ വിഷമമൊന്നുമില്ല. കാരണം എൻ്റെ കുഞ്ഞിലേ തുടങ്ങിയുള്ളൊരാഗ്രഹമായിരുന്നു വേളാങ്കണ്ണി പള്ളിയിലെത്തുക എന്നുള്ളത്. അപ്പോൾ കയറിപ്പോണ സമയത്ത് എനിക്കത് സാധിക്കാതെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായിട്ട് മനസ്സിൽ കിടക്കായിരുന്നു. ദൈവമേ, എനിക്ക് പറ്റിയില്ലല്ലോ, മാതാവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റിയില്ല. ഒരു ദിവസമെങ്കിലും എനിക്ക് ഇവിടെ വന്ന് താമസിക്കണമെന്ന് തോന്നി. ഞാൻ ഒരുപാട് തവണ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു, പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് കോള് കിട്ടില്ല. സെയിം ടൈമിന് എനിക്ക് വേളാങ്കണ്ണി പോകാനൊരു ചാൻസ് ഇങ്ങോട്ട് വരികയാണ്. അപ്പം ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. തലേ ദിവസമാണ് അറിയണത്. പക്ഷെ അപ്പം എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, അമ്മ എന്താ ഇപ്പം അറിയണേ, ഒറ്റയ്ക്ക് പോകുമോ? ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോഴും അവിടെ എത്തിയത് സജീവേട്ടൻ്റെ ഫ്രണ്ട്സാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി പോര്, ധൈര്യമായിട്ട് കയറിപ്പോര്, ആരും വേണ്ട, ചേച്ചിക്ക് ഞങ്ങൾ കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച വേളാങ്കണ്ണിയിൽ പോയി 2 ദിവസം കുർബാനയെല്ലാം കൂടി തിങ്കളാഴ്ച തിരിച്ചു വന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്. അതെല്ലാം ഞാൻ അനുഭവിച്ചറിയുകയാണ്. പിന്നെ ഞാൻ മുഖേന എൻ്റെ 2 സുഹൃത്തുക്കളെന്ന് പറയാം, അനിയത്തിമാരെന്ന് പറയാം, അവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ അവർ ഉടമ്പടി എടുത്തു. അവരുടെ കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിച്ചു. അപ്പോൾ അവരും ഇന്നിപ്പോൾ എന്നെ വിളിച്ച് പറയുവാണ്, ചേച്ചി തന്ന ഒരു ധൈര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റിയത്. അതിലെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ തിരിച്ചു വന്ന സമയത്താണ്. കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചാണ് അന്നത്തെ ദിവസം. കാര്യം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നല്ല കാര്യത്തിനാണെങ്കിൽ കൂടി വീട്ടിലെത്തിയപ്പോൾ സങ്കടമായിരുന്നു. പക്ഷേ ആ ദിവസമാണ് എനിക്ക് മാതാവിൻ്റെ ആ ഒരു സ്വപ്ന ദർശനം ഉണ്ടായിരുന്നത്. അപ്പോഴും മാതാവ് പറഞ്ഞത് എന്നോടൊന്ന് മാത്രമാണ്, നിന്നെ ഇവിടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രമേ നീ മറ്റൊരു സ്ഥലത്തേക്ക് എത്തപ്പെടുകയുള്ളൂ. കാരണം ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു. കാരണം എന്നെ ഇവിടെ ആർക്കൊക്കെ ആവശ്യമുണ്ടോ എന്നെക്കൊണ്ട്, അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം, എൻ്റെ ഇവിടുത്തെ നിയോഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ അങ്ങോട്ട് എത്തിയാൽ മതി. അതുപോലെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എൻ്റെ അന്നത്തെ യാത്ര മാറ്റിവെച്ചതും ഇപ്പോഴതിന് അവസരമൊരുക്കിയതും. അതെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ.